ഇന്നലെ നമ്മള് വെളിയംകൊടുത്ത് മൂന്നാം വാർഡിൽ ഒരു ഇതാണ് നമ്മളെ അക്കാദമി റോഡാണ് കാണുന്നത്. എത്ര വർഷമായി ഈ റോഡ് വിളിച്ചു ഇതൊന്നും നിർത്തിയാണ് ഇവിടെ. ഇത് കാണ്ടിയാണിത്. ഒരു റോഡ് വിളിച്ചിട്ടേ എത്ര വർഷമായിന്നറിയോ. ഇത് റോഡാട്ടാ, ഈ പോണ റോഡ്. ഇതും കണക്ക് തന്നെ അങ്ങോട്ട് പോണത്. ഇത് കണ്ട വേറെ റോഡാണ്, അവിടെ നിന്ന് വരുന്നത്. എത്ര വർഷമായിട്ട് നാട്ടു പൊളിച്ചിട്ട് എന്താണ് വല്ല ഉരുൾപൊട്ടലോ മല ഇടിഞ്ഞു പോയ പോലെ ആയിരിക്കും. ഇത് കണ്ട ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ നോക്കണം. ഇവിടെ വാർഡ് മെമ്പർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ, അതിന് മാത്രം ഈ മൂന്നാം വാർഡിലൊരു ഇയാളോട് എന്താ ചെയ്തിടണോ. മൂന്നാം വാർഡിൽ നിന്ന് എല്ലാ വാർഡിനും കഥ കണക്കാണ്. പക്ഷെ ഇത് ഭയങ്കര ശോചനീയ അവസ്ഥ. ഇവിടെയുള്ള വാർഡ് മെമ്പർ സംഭവം ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് തന്നെയാണ്. ഇവിടെയുള്ള ആൾക്കാർ സ്വന്തം കാര്യം നോക്കിയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഈ പ്രശ്നം. സത്യം പറഞ്ഞാ ഒരു റോഡ് കണക്ഷൻ വരുന്ന റോഡിന്റെ അവസ്ഥ നോക്കിയതാ. ഒരു ഇതിപ്പോ തോടൊന്നും പറയാൻ പറ്റൂല, റോഡൊന്നും പറയും. ഇത് പുഴയായിട്ട് മാറും. വേണ്ട എന്തൊക്കെ കാണുന്നത് അതൊരൊക്കെ അവസ്ഥ. ഒരു വാർഡിലെ റോഡുകളുടെ അവസ്ഥയാണ്, അല്ലായിട്ട് ഏതെങ്കിലും ഒരു റോഡിന്റെ അവസ്ഥ അല്ല. ഒരു വാർഡില് അക്കാദമിയുടെ ഒരുപാട് കുട്ടികൾ പഠിക്കണ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ഭാഗമാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. ഇവിടുത്തെ ആൾക്കാർ എക്സിക്യൂട്ടീവായിട്ട് ജീവിക്കടാ, അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല. വാർഡ് മെമ്പർക്ക് പ്രശ്നമില്ലല്ലോ. അതാണ് ആൾക്കാർക്ക് ഇത് വേണ്ട. ഇവിടെയുള്ള ആൾക്കാർക്ക് റോഡ് വേണ്ടാന്ന് തോന്നുന്നു. ഇതാണ് അവസ്ഥ. പക്ഷെ നമ്മളെ പോലത്തെ എപ്പോഴെങ്കിലും വന്ന് പോണവരും അതേപോലെ ഞങ്ങളെ പോലെ വണ്ടിയൊക്കെ ഓടിക്കണ ഓട്ടോ ഒക്കെ ഓടിക്കണ തൊഴിലാളികളുണ്ട്. അവർക്കൊക്കെ എടുത്ത് ബുദ്ധിമുട്ട്. അത് കാരണമാണ് ഈ വീഡിയോ എടുത്ത് വിടുന്നത്. നോക്കിയ പടച്ചമ്പരാനെ കണ്ടാ ജാഫ്നാനെ കേരള കണ്ടത്. ഇവിടെ കൊറേ ആൺകുട്ടികളുണ്ട് ഇവിടെ ഈ ഗല്ലിയിൽ. ഒരു കഥയില്ല. ഇത് കണ്ട അവസ്ഥ കണ്ടില്ലേ, ദയനീയം, വളരെ ദയനീയട്ടാ. റോഡില്ല തന്നെ പറയാം. റോഡില്ല ഇവിടെ റോഡില്ല. ഇതിപ്പോ നമ്മ 1980, 70 കാലഘട്ടങ്ങളിലൊക്കെ പോണ ഇടവഴി എന്ന് പറയില്ലേ, അതേപോലത്തെ സ്ഥലം ഇത് കണ്ടില്ലേ. റോഡില്ല, അയ്യോ റോഡില്ല. പഞ്ചായത്തിലെ തീട്ടങ്ങളെ ഇങ്ങോട്ട് പറയാനുള്ളതേ, ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കും ഞങ്ങൾ. കണ്ടോളി കേട്ടോ തെണ്ടികളെ. മാന്യമായിട്ട് സംസാരിക്കാൻ നിങ്ങളോട് പറ്റൂല, നിങ്ങളോട് നല്ലപോലെ പറയാൻ പറ്റൂല. ഇത് കണ്ട നിങ്ങളൊക്കെ വേറെ കയറി അടിക്കണ വേണ്ടിയത്. അത്രക്ക് ഞങ്ങളെ തുൽമുടിപ്പിച്ചിക്കണ നിങ്ങള്. പാച്ച് ചെയ്യാണ്ട് നാരുകളിൽ പോയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങണ്. കണ്ട അത് കണ്ട ദുരന്തം അവസ്ഥ കണ്ടോളിച്ചാ. കുറെ ആൾക്കാരുണ്ട് ഇവിടേക്ക്. മതിന്ന് പറഞ്ഞു. ഇനി മതിന്ന് പറഞ്ഞാളൊക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഒന്നാമത്തെ നിങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങള് പ്രതിഷേധിക്കുന്ന കാലത്ത് ഇറങ്ങിയതാണ്. എന്താ പ്രതിഷേധിച്ചു നിങ്ങള്? കൈക്കോട്ടായിട്ട് കൊടുക്കുവാന് റോഡ് ക്ലിയർ ആക്കാൻ. റോഡ് കീറാനാ ഉള്ള കീറാൻ ഇവിടെ മരക്കാരോട് കീറാനാ ഇവിടെ എന്താണ് ഇതിന്റെ റോഡിന്റെ അവസ്ഥ കാണിക്കാൻ. വാർഡ് മെമ്പർ പിന്നെ നിങ്ങള് ഇവിടെ താമസിക്കുന്ന ആൾക്കാരും പോരാ. എന്താ അറിയോ, ശരിക്ക് അവിടെ ബ്ലോക്ക് ചെയ്തിരുന്നു. ഇവിടെ ആരും വന്നാ അറിയോ. അപ്പൊ ഇങ്ങോട്ട് വരൂല. ഒരാളതാ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. ആളെ ശരിക്കും എടുത്തിട്ടാ അതിനെ കൂട്ടിലാക്കിക്ക. അത് പല്ല് പോയ സിംഗിളാണായി. നമ്മളെ വെളിയങ്കോടിലെ 3-ാം വാർഡിലെ ഒരു റോഡാണ് ഇട്ടത്. ഒരു വാർഡിൽ തന്നെ 3 റോഡുകളാണ് എന്താണിത് വളരെ ശോചനീയ അവസ്ഥയിൽ കിടക്കുന്നത്. ഇത് കണ്ട വല്ലാത്തൊരു കഷ്ടമാണ് ഇവിടുത്തെ ജനങ്ങൾ. നിങ്ങളൊക്കെ ഉണ്ടാക്കി എന്താ കാര്യം? ഇത് കണ്ട റോഡിന്റെ ഇതൊന്നല്ല. ഇവിടുന്ന് വണ്ടി പോവോ? അങ്ങനെയൊക്കെ പോകും. ഇതാണ്ട ഇതാണ് അവസ്ഥ. റോഡിന്റെ അവസ്ഥ കാണുന്നിട്ട് അതൊക്കെ ദുരന്ത മേഖലയായിട്ട് പ്രഖ്യാപിക്കണതിനാ. ഈ വയനാട് ഉരുൾപൊട്ടല് ഇട്ട പോലെ ഉൾപ്പെടുത്തിയ പോലെ കണ്ട ആ വാർഡ് മെമ്പർ വീണത്ര ഒരു കഥയില്ലാത്ത കുറെ എണ്ണത്തിനെ കൊടുന്ന് ആക്കിയിട്ട് ഇവിടെ. ഇത് കണ്ട ഒരു വാർഡിലെ 3 റോഡ് ഹൈറ്റ് നിൽക്കുന്ന റോഡാണിത്. ആ റോഡിന്റെ അവസ്ഥ ഇത് തണ്ടിൽ വേണം ഒരു വണ്ടി ഓടിച്ചാൽ
ഓട്ടോറിക്ഷക്കാർ വിളിച്ചിട്ട് ഈ പരാതിയാണ്, ഓട്ടോറിക്ഷക്കാർ വന്നിട്ടില്ലെങ്കിൽ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ട്, നമുക്ക് ഇവിടുത്തെ ഇപ്പോൾ കാണിക്കണ്ട. സ്റ്റോപ്പ്, ചവിട്ടി നിർത്തിക്കോ.